മിശിഹായിൽ സ്നേഹം നിറഞ്ഞ വികാരിയച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, അപ്രതീക്ഷിതമായ ഒരു മഴ വരുന്നുണ്ടെങ്കിലും അതൊരു അനുഗ്രഹത്തിൻ്റെ മഴയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം. കർത്താവ് തീർച്ചയായിട്ടും ഈ ഇടവകയും ഇടവക ജനത്തെയും അനുഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകം തന്നെയാണത്. നമ്മളിന്ന് വായിച്ചു കേട്ടത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ്. അതിനു മുന്നേ ആയി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചോസൻ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസിനെ പറ്റി ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അതായത് ഈശോയുടെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ കുറച്ച് എപ്പിസോഡുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയും കുറച്ച് എപ്പിസോഡുകൾ വരാനുണ്ട്. ഈ ചോസൻ എന്ന് പറയുന്ന വെബ് സീരീസിൽ രക്തസ്രാവക്കാരി സ്ത്രീ സുഖപ്പെടുന്ന ഒരു രംഗം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ആ ഒരു രംഗം തന്നെ. ജായിറോസിന്റെ മകളെ സുഖപ്പെടുത്താനായി ഈശോ പോകുന്ന വേളയിൽ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിക്കുന്നു. അവളുടെ വിശ്വാസം കൊണ്ട് അവൾക്ക് സൗഖ്യം ലഭിക്കുന്നു. ബൈബിളിൽ ആ അവസരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. പക്ഷെ ഈ ചോസൻ എന്ന് പറഞ്ഞ സീരീസിൽ ഒരുപക്ഷെ പറഞ്ഞേക്കാവുന്ന 2-3 വാക്കുകൾ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈശോയ്ക്ക് ഒരു ഡയലോഗ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വസ്ത്രമല്ല, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത് എന്ന്. എൻ്റെ വസ്ത്രമല്ല, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. ഒന്നുകൂടി നമുക്കൊന്ന് ആത്മീയമായി ഒന്ന് ധ്യാനിച്ച് വായിച്ചു നോക്കിയാൽ നമുക്ക് ഇത്രയും കൂടി പറയാം: എൻ്റെ വസ്ത്രമോ എൻ്റെ വസ്ത്രത്തിന്റെ വിളുമ്പോ അതിൻ്റെ തൊങ്ങലുകളോ അതിൻ്റെ നിറമോ അതിൻ്റെ തിളക്കമോ ഒന്നുമല്ല, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. കാരണം ആ സ്ത്രീ വന്ന് തൊട്ടത് അവനിലുള്ള വിശ്വാസം കൊണ്ടാണ്, അല്ലാതെ ആ വസ്ത്രം കണ്ടതുകൊണ്ടല്ല. ഇതുപോലെ തന്നെ ഈ ഇടവകയിലും ഇന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകാനായി കർത്താവ് ആഗ്രഹിക്കുമ്പോഴും നമ്മൾ ഒരുപാട് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലത് തന്നെ. ഞാനിത് പറയാൻ കാരണം ആ മഴ പെയ്തപ്പോൾ എല്ലാവരും മുത്തുകൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ പെരുന്നാളിന്റെ ഒരു സന്തോഷം കുറച്ച് കുറയ്ക്കാം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു മഴ നമ്മുടെ സന്തോഷങ്ങളെ കുറിച്ച് തല്ലിക്കെടുത്തുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ പെരുന്നാളുകളോ നമ്മുടെ ആഘോഷങ്ങളോ നമ്മുടെ ചിന്തയിലൂടെ നമ്മൾ വിചാരിക്കുന്ന അതേ റൂട്ടിൽ പോയില്ലെങ്കിലും കർത്താവ് നമ്മളോട് ഇന്നും അരുളി ചെയ്യുന്നുണ്ട്: നിങ്ങളെ കാണിച്ചിരിക്കുന്ന മുത്തുക്കുടയോ നിങ്ങളെ അലങ്കരിച്ചിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും മാത്രമല്ല, അവ അതിന്റെ പ്രകടനം തന്നെ തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങളുടെ വിശ്വാസം മൂലമാണ് ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട് പോകുന്നത്. ഈ ജനത്തിന്റെ, ഈ ഇടവകയുടെ വിശ്വാസം കൊണ്ടുകൊണ്ട് ഈ ജനത്തെ അനുഗ്രഹിക്കാനായിട്ട് എഴുന്നള്ളി വന്നിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പെരുന്നാൾ ദിവസങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രഘോഷണമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഈ പെരുന്നാൾ ദിവസങ്ങളിലൂടെ കടന്നു പോകാം. നമ്മൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരുപാട് കാര്യങ്ങൾ ധ്യാനിക്കാനുള്ളൊരു വചനഭാഗം കൂടെ തന്നെയാണത്. എങ്കിലും അതിലെ വളരെ ചെറിയൊരു കാര്യവും മാത്രവും വിശുദ്ധരുടെ ഒരു പ്രത്യേകതയെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തളർവാദ രോഗി എങ്ങനെയാണ് സുഖപ്പെട്ടത്? അതായത് ആ തളർവാദ രോഗിയെ അവിടെ എത്തിച്ചവരുടെ വിശ്വാസം മൂലമാണ് ആ തളർവാദ രോഗി സുഖപ്പെട്ടത്. ഒരുപക്ഷെ കുറെ പേർ അവനെ എടുത്തുകൊണ്ടുവരാൻ, യേശുവിന്റെ പക്കൽ എടുത്തുകൊണ്ടുവരാൻ കുറച്ചു പേരില്ലായിരുന്നെങ്കിൽ ആ തളർവാദ രോഗി മരണം വരെ തളർവാദ രോഗി തന്നെയായി തുടർന്നേനെ. പക്ഷെ അവനെ യേശുവിന്റെ പക്കൽ കൊണ്ടുവന്നാൽ അവൻ സുഖപ്പെടുമെന്ന ബോധ്യമുണ്ടായിരുന്ന കുറച്ചു പേർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ഇവനെ കൂടി യേശു തൊടണം, ഇവനെ കൂടി യേശു രക്ഷപ്പെടുത്തണം എന്നൊരു ആഗ്രഹം അവർക്കും ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസമാണ് ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്. ഈ കൊണ്ടുവന്ന 4 പേരായിക്കോട്ടെ, 5 പേരായിക്കോട്ടെ, 6 പേരായിക്കോട്ടെ, എത്ര പേരായാലും അവര് നമുക്ക് വളരെ വലിയൊരു മാതൃകയാണ്. എന്തിന്റെ മാതൃകയാണ്? നമ്മുടെയൊക്കെ ദൈവവിളിക്ക് മാത്രമല്ല നമ്മൾ ഉത്തരവാദികൾ എന്നുള്ളതിന്റെ മാതൃകയാണ്. അവിടെ വന്നവർക്ക് വേണമെങ്കിൽ യേശുവിന്റെ പ്രഭാഷണവും കേട്ട് സ്വന്തമായി എന്തെങ്കിലും അത്ഭുതം കണ്ടു പോകാമായിരുന്നു. പക്ഷെ അവർ തളർവാദ രോഗി അവിടെ കൂട്ടിക്കൊണ്ടുവരാൻ കാണിച്ച ഒരു മനസ്സുണ്ട്. അവനും രക്ഷപ്പെടണം, അവനും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണം എന്നൊരു ആഗ്രഹത്തോടെ, എന്ന ബോധ്യത്തോടെ. ഇത് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു വൈദികൻ എന്ന നിലയിൽ എന്നെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവവിളിയുടെ മാത്രം ഉത്തരവാദിയല്ല ഞാൻ. അതായത് ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഞാൻ ആർക്കൊക്കെ ശുശ്രൂഷ ചെയ്യുന്നോ അവരെല്ലാവരും രക്ഷപ്പെടണം. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഓരോ കുടുംബത്തിലെ അപ്പനെ പഠിപ്പിക്കുന്നത് എന്താണ്? അമ്മയെ പഠിപ്പിക്കുന്നത് എന്താണ്? മകനെ, മകളെ, അമ്മായിയപ്പനെ, അമ്മായിയമ്മനെ, മരുമകളെ, മരുമകനെ പഠിപ്പിക്കുന്നത് എന്താണ്? ഓരോ കുഞ്ഞുമക്കളെയും പഠിപ്പിക്കുന്നത് എന്താണ്? എൻ്റെ ദൈവവിളിയുടെ മാത്രം ഉത്തരവാദിയല്ല ഞാൻ. എൻ്റെ ഭാര്യയുടെ,
എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ അപ്പൻ്റെ, എൻ്റെ അമ്മയുടെ, എൻ്റെ അമ്മായിയപ്പൻ്റെ, എൻ്റെ അമ്മായിയമ്മയുടെ, മരുമകൻ്റെ, മരുമകളുടെ, കൊച്ചുമക്കളുടെ, എൻ്റെ വല്യപ്പൻ്റെയും എൻ്റെ വല്യമ്മയുടെയും എല്ലാവരുടെയും ദൈവവിളിക്ക് കൂടി ഉത്തരവാദിയാണ് ഞാൻ എന്ന ബോധ്യമാണ് ഇത് നമുക്ക് പകർന്നു തരുന്നത്. കാരണം സ്വർഗത്തിലെത്തുമ്പോൾ ഞാൻ മാത്രം എത്തിയാൽ പോരാ, എനിക്ക് ഫലം ഏൽപ്പിച്ചിരിക്കുന്ന കുറച്ചു പേർ കൂടെയുണ്ട്. അവരുടെയൊക്കെ കൈ പിടിച്ചുകൂടി സ്വർഗത്തിലെത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കേണ്ടതുണ്ട്. ആ ഒരു മാതൃക തന്നെയാണ് ഇന്ന് ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്നവരും പകർന്നു നൽകുന്നത്. പരിശുദ്ധ മാതാവിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ അതിന്റെ വ്യക്തമായൊരു ഉദാഹരണം കാണാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരമ്മയ്ക്ക് സകല അധികാരവും ഉണ്ടായിരുന്നു ഈശോയെ ഒന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. കാരണം എട്ടും പൊട്ടും തിരിയാതെ ഈ ഭൂമിയിലേക്ക് വളർന്നു വന്ന ക്രിസ്തു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നുവെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ മറിയത്തിന്റെ റോള് അതിഭയങ്കരമായിരുന്നു. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനെ കൊല്ലാൻ കൊടുക്കേണ്ട കാര്യം പരിശുദ്ധ മാതാവിനുണ്ടായിരുന്നു. ഒരിക്കൽ പോലും മാതാവ് യേശുവിനോട് ഒന്ന് പിന്തിരിയാനായിട്ട് പ്രലോഭിപ്പിക്കുന്നില്ല. കാരണം ക്രിസ്തുവിന്റെ വിളി അതായിരുന്നുവെന്ന് മറിയത്തിന് കൃത്യമായി അറിയാമായിരുന്നു. മറിയത്തിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, മകനെ ഇത് വേണോ, ഈ സഹനം വേണോ, ഈ മരണം വേണോ എന്ന് മാതാവിന് ചോദിക്കാമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും മാതാവ് ഇത് ചോദിക്കുന്നില്ല. കാരണം ക്രിസ്തുവിന്റെ ദൈവവിളി അങ്ങനെ പൂർത്തിയാക്കിയാൽ മാത്രമേ എല്ലാവർക്കും പാപമോചനം ലഭിക്കുമായിരുന്നുള്ളൂ എന്നുള്ള ബോധ്യം മറിയത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് മറിയത്തിന്റെ പ്രത്യേകതയും. അതുകൊണ്ട് ആ മറിയത്തെ പോലെ നമ്മൾ ഈ ഉപമയിൽ കാണുന്ന, ഈ അത്ഭുതത്തിൽ കാണുന്ന തളർവാദ രോഗിയെ കൊണ്ടുവരാൻ മനസ്സ് കാണിച്ച ആ വ്യക്തികളെ പോലെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആത്മാക്കളെ കൂടി രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നമ്മൾ തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. വിശുദ്ധരെയൊക്കെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ വളരെ പ്രത്യേകമായി യൗസേപ്പ് പിതാവിനെയും വിശുദ്ധ സെബസ്ത്യാനോസിനെയും ഒക്കെ അനുസ്മരിക്കുന്നു. ഒപ്പം വിശുദ്ധരെ എല്ലാവരെയും അനുസ്മരിക്കുന്നു ഓരോ തിരുനാളുകളിലും. ഈ വിശുദ്ധർ നമുക്ക് നൽകുന്ന ഒരു പകർന്നു നൽകുന്ന ഒരു പാഠം എന്താണെന്ന് കൂടി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. യൗസേപ്പ് പിതാവിന് അല്ലെങ്കിൽ സെബസ്ത്യാനോസ് ഇവരുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ യൗസേപ്പ് പിതാവിന് കൃത്യമായി അറിയാമായിരുന്നു, യൗസേപ്പ് പിതാവ് നിർവഹിച്ചില്ലെങ്കിൽ ഒരിക്കലും പൂർത്തിയാകാത്ത ഒരു റോൾ, ഒരു വിടവ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത്. മറിയത്തെയും കുഞ്ഞ് ഈശോയെയും സംരക്ഷിക്കാനുള്ള കടമ തനിക്കാണ് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നുള്ള ബോധ്യം യൗസേപ്പ് പിതാവിന് വളരെ നന്നായി ഉണ്ടായിരുന്നു. ആ റോൾ യൗസേപ്പ് പിതാവ് തന്നെ ചെയ്യണമായിരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസ് വലിയ ധീര രക്തസാക്ഷിയായി മാറിയ ആളാണ്. അവിടെ താൻ അതിന് ധീരമായി വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചില്ലെങ്കിൽ മറ്റാരും ആ റോൾ ഏറ്റെടുക്കുകയില്ല എന്ന് സെബസ്ത്യാനോസിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. കാരണം അത് മറ്റൊരാൾക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് നമ്മൾക്ക് നൽകുന്ന ഒരു പാഠം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിച്ചേക്കാം, എനിക്ക് എന്തുകൊണ്ട് ഈ സഹനം, ഞാൻ മാത്രം എന്തുകൊണ്ട് ഈ കുടുംബത്തിൽ വന്നുപെട്ടു, എനിക്ക് എന്തുകൊണ്ട് ഈ രോഗങ്ങൾ, എനിക്ക് എന്തുകൊണ്ട് ഈ നിറം, എനിക്ക് മാത്രം ഈ ജോലി കിട്ടാത്തത് എന്താണ്, ചുറ്റുമുള്ളവർക്ക് ഒരുപാട് പേർക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾക്കും നിരാശപ്പെടുന്നവരാണ് ഒരുപക്ഷെ ഞാനും നമ്മളെല്ലാവരും. പക്ഷെ ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണെന്നുള്ളതാണ്. ക്രിസ്തു കൃത്യമായി എല്ലാവർക്കും ഓരോ റോളുകൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രപഞ്ചത്തിൽ, ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ, ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ, ഈ കോഴിക്കോട് ജില്ലയിൽ, ഈ കുഞ്ഞു സ്ഥലത്ത്, ഈ കുഞ്ഞു ഭവനത്തിൽ ഇന്ന അപ്പനായി, അമ്മയായി, മകനായി, മകളായി ഒക്കെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരവസരം ദൈവം തന്നിട്ടുള്ളെങ്കിൽ ഞാൻ തീർത്തില്ലെങ്കിൽ തീരാത്ത ഒരു റോൾ അല്ലെങ്കിൽ ഒരു കടമ ദൈവം എനിക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന കുടുംബത്തിലെ അപ്പനാവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ഞാനാണെന്നുള്ള ബോധ്യം ഉണ്ടാകട്ടെ, അമ്മയാവാനുള്ള ഏറ്റവും വലിയ യോഗ്യത എനിക്കാണെന്നുള്ള ബോധ്യം ഉണ്ടാകട്ടെ, മകനായി, മകളായി ജീവിക്കാൻ ഏറ്റവും അനുയോജ്യയായ വ്യക്തി ഞാനാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ. അർജന്റീനയ്ക്ക് വീണ്ടും ഒരു ലോകകപ്പ് നേടിത്തരാനായിട്ട് ഒരു കാലത്ത് പോളിയോ വന്നിട്ട് ഇവൻ ഒരിക്കലും കളിക്കാനായിട്ട് ഇവനെ കൊള്ളുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ലയണൽ മെസ്സി തന്നെ വേണ്ടി വന്നു. അഗതികളുടെ അമ്മയാവാനായിട്ട് മറ്റൊരു രാജ്യത്ത് നിന്നും ഒരു പെൺകുട്ടി ഇവിടെ വന്ന് മദർ തെരേസയായി മാറേണ്ടി വന്നു. ISROയുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായിട്ട് ആരും ശ്രദ്ധിക്കപ്പെടാത്ത വലിയ പൊക്കമോ വലിയ നിറമോ ഒന്നും ഇല്ലാതിരുന്ന അബ്ദുൽ കലാം എന്നൊരു സൗത്ത് ഇന്ത്യക്കാരൻ വേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തീർത്തില്ലെങ്കിൽ തീരാത്ത ചില റോളുകൾ ബാക്കി കിടപ്പുണ്ട്. എന്നെയും ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിൽ വിട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാനായിട്ടുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. ഈ വിശുദ്ധരും ബൈബിളിലെ നമുക്ക് അനുകരിക്കാവുന്ന ഒരുപാട് നൽകുന്ന മാതൃക അനുസരിച്ച് ജീവിക്കാൻ നമുക്കിടയാവട്ടെ. ദൈവം നമ്മളെയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.